അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു. ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇതും ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെയെല്ലാം മാതാവാണ്. കർത്താവിൻ്റെ വചനം. പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ലോകജനതയ്ക്ക് സംരക്ഷണം നൽകണമെന്ന്, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജിൽവച്ചനിൽ നിന്ന് അച്ഛനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, എല്ലാ അച്ഛന്മാരും പ്രാർത്ഥിക്കുന്ന ആളുകളാണെങ്കിലും ജോബി അച്ഛൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെയേറെ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അതോടൊപ്പം ജീസസ് യൂത്ത് പ്രസ്ഥാനത്തോട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്നു. യുവജനങ്ങളെ കൂടുതൽ കർത്താവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നു. അച്ഛൻ നമുക്ക് നന്ദി അറിയിക്കാം. അതോടൊപ്പം അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായി ഉണ്ടാകുന്നതിന്, ആ നിറവുണ്ടാകുന്നതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം.
നമ്മളെല്ലാവരും ഈ തിരുനാളിന്റെ ഭാഗമായി വലിയ വലിയ സന്തോഷവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ എന്താണ് ഈ വാക്യത എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഇപ്രകാരം കൂട്ടാൻ വിളിക്കുന്നത് എന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി സ്നേഹമുള്ള ക്ഷണിക്കാം. ഈ വന്നിരിക്കുന്നവരോടുള്ള എല്ലാ പ്രയാസങ്ങളാണ് ഈ പറയുന്ന സ്നേഹവിരുദ്ധരാകും. ശേഷം നമുക്ക് എല്ലാവർക്കും ഉച്ചരിക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കാം. പ്രിയപ്പെട്ട ക്രിസ്ത്യാനി പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ച പ്രിയമുള്ള സഹവികാരികൾ, അഡ്മിനിസ്ട്രേറ്റർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, മുൻ അഡ്മിനിസ്ട്രേറ്റർ, പ്രിയമുള്ള കുമ്പളയിലെ ഭാരവാഹികളെ, എൻ്റെ സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ളവർ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വളരെ വർഷത്തെ ഒരുക്കത്തിന് ശേഷമാണ് ഞാൻ ഈ പെരുന്നാൾ നടത്താൻ മുന്നിട്ട് വന്നത്. 2013 ഞാൻ ഇത് നേടിക്കൊടുത്തതാണ് ആഗ്രഹം. അത് ഇന്നാണത് നിറവേറ്റാൻ ദൈവം എനിക്ക് കേട്ടത്. ഈ അവസരത്തിൽ ഒത്തിരി പേരോട് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. നമ്മുടെ നാഥനും രക്ഷകനുമായ യേശുനാഥൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ, നീ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ സഹരക്ഷകരായ പരിശുദ്ധ അമരോത്ഭവ മാതാവിന്റെ 151 തിരുനാളിന്റെ സ്നേഹവിരുദ്ധത്തിന്റെ മേശയ്ക്ക് ചുറ്റും ഞങ്ങൾ അറിയുമ്പോൾ തമ്പുരാനെ ഈ അമ്മ വഴി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റ് ജോസഫ് ചേട്ടനെയും കുടുംബത്തെയും നന്ദിയോടെ വിദഗ്ധതയോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ തിരുനാളിന്റെ വലിയ ആഘോഷത്തിൽ കൊണ്ടാടുവാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് റൊമാറ്റസിന്റെയും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ജോസഫിനെയും ഇതോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഇലക്ട്രോന്മാരെയും അതോടൊപ്പം ഈ സ്നേഹത്തിന്റെ വിരുദ്ധ മേശയിലേക്ക് ക്ഷണമനുസരിച്ച് കടന്നു വന്നിരിക്കുന്ന ചർച്ച് സ്റ്റാഫ് അംഗങ്ങളെയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും തമ്പുരാനെ ഈ ഭക്ഷണത്തോടൊപ്പം ഇവരോടൊപ്പം കരിവാർന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കേണ്ടത്. നിന്റെ അനന്ത പരിപാലനയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹത്തിന്റെ വിരുദ്ധം അടയുമ്പോൾ ഈ ഭക്ഷണം ഞങ്ങൾക്കായി ഒരുക്കിയവരെ നൽകുന്നവരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഭക്ഷിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. എന്നും നിന്റെ നാമം മഹത്വപ്പെടുത്താൻ നിന്റെ പ്രിയ മക്കളായ ഞങ്ങൾക്ക് അവസരവും അനുഭവം തരണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പരിശുദ്ധ അമ്മയുടെ കൃപകളുടെ മാധ്യസ്ഥയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എത്രയും പ്രിയപ്പെട്ട മാതാവിന്റെ ഗാനം ഒരുമിച്ച് ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ട ജീവിതത്തിൽ